വെൽക്കം ടു ഓൾ. നമ്മൾ ഇന്നോട് ഡിസ്കസ് ചെയ്യുന്നത് റെസ്പോൺസിബിലിറ്റി സെന്റേഴ്സ് ആണ്. റെസ്പോൺസിബിലിറ്റി സെന്റർ എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷനിലെ യൂണിറ്റിനെയാണ് നമ്മൾ റെസ്പോൺസിബിലിറ്റി സെന്റർ എന്ന് പറയുന്നത്. വിച്ച് ഹാവ് കൺട്രോൾ ഓവർ കോസ്റ്റ്, റവന്യൂ ഓർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട്. ഓർഗനൈസേഷന്റെ ഈ ബേസിക് ഈ 4 കാര്യങ്ങളുടെ മുകളിൽ കൺട്രോൾ ഉള്ള ഓരോ സെപ്പറേറ്റ് യൂണിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റെസ്പോൺസിബിലിറ്റി സെന്റർ എന്ന് പറയുന്നത്. ഓരോ റെസ്പോൺസിബിലിറ്റി സെന്റർ വിൽ ബി റെസ്പോൺസിബിൾ ആൻഡ് അക്കൗണ്ടബിൾ ഫോർ ദ ഫങ്ഷൻ അണ്ടർടേക്കൺ ആൻഡ് ദ ഒബ്ജക്റ്റീവ് സെറ്റ് ഫോർ ദാറ്റ് റെസ്പോൺസിബിലിറ്റി സെന്റർ എന്ന് പറയുന്നത്. ഓർഗനൈസേഷനിൽ ഒരു സെറ്റ് ഓഫ് ഒരു ഗ്രൂപ്പ് ഓഫ് റെസ്പോൺസിബിലിറ്റി സെന്റേഴ്സ് ഉണ്ടായിരിക്കും. ഓരോ റെസ്പോൺസിബിലിറ്റി സെന്ററും വിൽ കൺസ്യൂം സം എമൗണ്ട് ഓഫ് റിസോഴ്സസ്, അതായത് ഇൻപുട്സ്, ആൻഡ് പ്രൊഡ്യൂസ് സർട്ടൈൻ റിസൾട്ട്, ഔട്ട്പുട്ട്. ഓരോ റെസ്പോൺസിബിലിറ്റി സെന്ററും പ്രൊഡ്യൂസ് ചെയ്യുന്ന റിസൾട്ടിന് ദേ വിൽ ബി റെസ്പോൺസിബിൾ ആണ്. എപ്പോഴും നമ്മളൊരു പെർഫോമൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി സെന്റർ അസസ് ചെയ്യാൻ നല്ലത് എന്താന്ന് വെച്ചാൽ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലൊരു റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാന്നുള്ളതാണ്. സോ ഒരു റെസ്പോൺസിബിലിറ്റി സെന്റർ എന്ന് പറഞ്ഞതിന്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ദ ലോവസ്റ്റ് ഓർഗനൈസേഷണൽ ലെവൽ at which fund control functions are carried out, generally the same as division in operating component. അതായത് കോസ്റ്റുകൾ അല്ലെങ്കിൽ ഫങ്ഷൻസ് കൺട്രോൾ ചെയ്ത് ഫങ്ഷൻസ് ക്യാരി ചെയ്യുന്നുണ്ട്, അതിന്റെ ഒപ്പം അതിൽ ജനറേറ്റ് ചെയ്യുന്ന ഫണ്ട് കൺട്രോൾ ചെയ്യുന്ന ഓരോ യൂണിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റെസ്പോൺസിബിലിറ്റി സെന്റേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് 4 ഓർഗനൈസേഷനിലെ റെസ്പോൺസിബിലിറ്റി സെന്റേഴ്സിനെ ഡിവൈഡ് ചെയ്യാം. റവന്യൂ സെന്റർ, കോസ്റ്റ് സെന്റർ, പ്രോഫിറ്റ് സെന്റർ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സെന്റർ. ഫസ്റ്റ് വരുന്നതാണ് റവന്യൂ സെന്റർ എന്ന് പറയുന്നത്. റവന്യൂ സെന്റർ എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ യൂണിറ്റ് വിച്ച് ജനറേറ്റ് റവന്യൂ ആണ്. ഓർഗനൈസേഷനിൽ റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന യൂണിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റവന്യൂ സെന്റർ എന്ന് പറയുന്നത്. ഇപ്പൊ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്, അതുപോലെ തന്നെ സെയിൽസ്, അതൊക്കെയാണ് റവന്യൂ സെന്ററിന് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇവിടെ എന്താന്ന് വെച്ചാൽ ഈ സെന്ററിൽ നടക്കുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഹിയർ ദ മണി ഈസ് ഡയറക്ട്ലി സ്പെൻഡ് ഓൺ അച്ചീവിങ് സെയിൽസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി, ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, മണി, അതായത് മണി എന്ന ഇൻപുട്ട് അവിടെ സ്പെൻഡ് ചെയ്യുന്നത്. ഇതിന്റെ ഔട്ട്പുട്ട് എന്താണ്, ഇൻപുട്ട് മണി സ്പെൻഡ് ചെയ്യുക എന്നുള്ളത്, ഔട്ട്പുട്ട് അതിന്റെ റിസൾട്ട് എന്താണ്, അങ്ങനെ മണി സ്പെൻഡ് ചെയ്യുമ്പോൾ ദ സെയിൽസ് വിൽ ബി ജനറേറ്റഡ് ഇൻ മോണിറ്ററി ടേംസ്. സോ RCയുടെ ഈ റവന്യൂ സെന്ററിന്റെ ടാസ്ക് എന്ന് പറയുന്നത് spent money to generate sales which can be measured in monetary term. ഇതിന് പ്രൈസ് ഡിസൈഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഒന്നുമില്ല. It can simply spend the money to ജനറേറ്റ് സെയിൽസ്. അതാണ് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് റവന്യൂ സെന്റർ ആയിട്ട് വരുന്നത്. അതായത് കോസ്റ്റ് ഓഫ് മാർക്കറ്റിംഗ് മാത്രമേ എന്തുണ്ടാവുള്ളൂ, റവന്യൂ സെന്റർ. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യാൻ, അത് അഡ്വർടൈസ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിന്റെ ഡിമാൻഡ് സ്റ്റിമുലേറ്റ് ചെയ്യാൻ ഇൻകർ ചെയ്യുന്ന കോസ്റ്റ് ആണ് എന്തിലേക്ക് വരിക, റവന്യൂ സെന്ററിലേക്ക് ചാർജ് ചെയ്യുന്നത്. അപ്പൊ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതാണ് ടോപ്പ് ലൈനിൽ വരുന്നത്. ഇറ്റ് ഈസ് ദ center or unit of organization which help to generate sale. നെക്സ്റ്റ് വരുന്നതാണ് കോസ്റ്റ് ഓർ എക്സ്പെൻസ് സെന്റർ എന്ന് പറയുന്നത്. ഇതാണ് ആക്ച്വലി എക്സാമ്പിൾ എന്ന് പറഞ്ഞ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്, അതിനൊക്കെയാണ്. ഒരു മാനുഫാക്ചറിങ് ഓർഗനൈസേഷൻ ആണെങ്കിൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് എന്ത്, കോസ്റ്റ് സെന്റർ എന്ന് പറയുന്നത്. അതായത് ഈ റെസ്പോൺസിബിലിറ്റി സെന്ററിലെ എംപ്ലോയീസ് ആണ് കോസ്റ്റുകൾ കൺട്രോൾ ചെയ്യുന്നത്. ഇവർക്ക് റവന്യൂ ഇൻവെസ്റ്റ്മെന്റ് ലെവൽ ഒന്നും ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല. ബട്ട് ദിസ് സെന്റർ ഈസ് റെസ്പോൺസിബിൾ ഫോർ കൺട്രോളിങ് ദ കോസ്റ്റ് റിലേറ്റഡ് ടു പ്രൊഡക്ഷൻ. 2 തരം കോസ്റ്റുകളാണ് ഈ യൂണിറ്റിൽ ഇൻകർ ചെയ്യുക, എഞ്ചിനീയർഡ് കോസ്റ്റും ഡിസ്ക്രിഷണറി കോസ്റ്റും. എഞ്ചിനീയർഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡയറക്ട്ലി കോസ്റ്റ് സെന്റർ ആയിട്ട്, അതായത് പ്രൊഡക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കോസ്റ്റ്, ഡയറക്ട് ലേബർ, ഡയറക്ട് മെറ്റീരിയൽ, അങ്ങനെയാണ്. ഡിസ്ക്രിഷണറി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ കോസ്റ്റ് യൂണിറ്റ് ആയിട്ട്
ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ഇല്ല, പക്ഷെ എന്താണ് മാനേജ്മെന്റ് അത് ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് ഇപ്പൊ ഡിപ്രീസിയേഷൻ അങ്ങനെയുള്ള എക്സ്പെൻസ് ആണ് ഡിസ്ക്രിഷണറി കോസ്റ്റ് എന്ന് പറയുന്നത്. എഞ്ചിനീയർഡ് എക്സ്പെൻസ് സെന്റർ എന്ന് പറയുന്നത് എന്താണ് പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ്. ഈ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് എഞ്ചിനീയർഡ് എക്സ്പെൻസ് സെന്ററിന് എക്സാമ്പിള്. ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി മണി സ്പെൻഡ് ചെയ്യുന്ന യൂണിറ്റുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത് എഞ്ചിനീയർഡ് എക്സ്പെൻസ് സെന്റർ എന്ന് പറയുന്നത്. ഒരു എക്സ്പെൻസ് സെന്ററിന്റെ സബ് ഡിവിഷൻ ആണ്. ഇതിന്റെ എന്താണ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ആണ് ഇതിന്റെ പെർഫോമൻസ് മെഷർ. ഈ എക്സ്പെൻസ് സെന്റർ സ്റ്റാൻഡേർഡ് കോസ്റ്റിനെക്കാട്ടിലും കൂടുതൽ കോസ്റ്റ് ഇൻകർ ചെയ്തിട്ടുണ്ടെങ്കിൽ പെർഫോമൻസ് മോശമാണെന്ന് അർത്ഥം. സ്റ്റാൻഡേർഡ് അതിന് കുറവാണെങ്കിൽ ഇറ്റ് പെർഫോം എഫിഷ്യന്റ്ലി എന്നാണ് അർത്ഥം. സോ ഒരു ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ ഫിസിക്കലി പ്രൊഡ്യൂസ് ചെയ്ത യൂണിറ്റ്സ് തമ്മിൽ വളരെ ഈസി ആയിട്ട് വി ക്യാൻ എസ്റ്റാബ്ലിഷ് റിലേഷൻഷിപ്പ് ഇൻ ദിസ് സെന്റർ. ഡിസ്ക്രിഷണറി എക്സ്പെൻസ് സെന്റർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഈ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വേണ്ടിയിട്ട് പ്ലാനിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഇൻകർ ചെയ്യുന്ന മണി റിലേറ്റഡ് യൂണിറ്റ്സ് ആണ് എന്ത് ഡിസ്ക്രിഷണറി എക്സ്പെൻസ് സെന്റർ എന്ന് പറയുന്നത്. ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ വിൽ ബി പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ആയിരിക്കും. സോ വി കനോട്ട് എസ്റ്റാബ്ലിഷ് എ ഡയറക്റ്റ് ലിങ്ക് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. നെക്സ്റ്റ് വരുന്നതാണ് പ്രോഫിറ്റ് സെന്റർ. പ്രോഫിറ്റ് സെന്റർ എന്ന് പറയുന്നത് ഓർഗനൈസേഷനിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്ന യൂണിറ്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് പ്രോഫിറ്റ് സെന്റർ എന്ന് പറയുന്നത്. ആക്ച്വലി എന്താണ് സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെയാണ് പ്രോഫിറ്റ് സെന്റർ നമ്മൾ ഒരു എക്സാമ്പിൾ പറയാം. അതായത് ഈ സെന്ററിന്റെ പെർഫോമൻസ് നമ്മൾ മെഷർ ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് ദാറ്റ് സെന്റർ ആണ്. സോ ഇറ്റ് വിൽ ഹാവ് മോർ ഫ്രീഡം. ഈ സെന്റർ ആണ് എന്ത് ചെയ്യുന്നത് പ്രൈസ് ഒക്കെ ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഓർഗനൈസേഷന് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്ന യൂണിറ്റുകളെ അല്ലെങ്കിൽ ഓപ്പറേഷണൽ കോമ്പോണൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് പ്രോഫിറ്റ് സെന്റർ എന്ന് പറയും. ഹിയർ ദ മണി സ്പെൻഡ് ഫോർ ഏർണിംഗ് ദ പ്രോഫിറ്റ് ആൻഡ് ദ ഔട്ട്പുട്ട് ഈസ് ദാറ്റ് ദ മണി ഓർ പ്രോഫിറ്റ് വിൽ ബി earned out of sales. Here we can establish a direct relationship between input and output. നെക്സ്റ്റ് വരുന്നതാണ് ഇൻവെസ്റ്റ്മെന്റ് സെന്റർ എന്ന് പറയുന്നത്. ഇൻവെസ്റ്റ്മെന്റ് സെന്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ് മേക്ക് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ആണ്. ഒരു ഓർഗനൈസേഷനിൽ സൗണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കുന്ന ഓപ്പറേഷണൽ കോമ്പോണൻസിനെ അല്ലെങ്കിൽ യൂണിറ്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് സെന്റർ എന്ന് പറയുന്നത്. ഇറ്റ് കംപ്രൈസസ് ബിസിനസ് യൂണിറ്റ്സ് പ്രോഫിറ്റ് വിത്ത് അസറ്റ് എംപ്ലോയിഡ്. അതായത് എന്താണ് അസറ്റ് എംപ്ലോയ് ചെയ്യേണ്ടത്, എത്ര എഫിഷ്യൻസി ഉണ്ട് എന്നൊക്കെ റിലേറ്റ് ചെയ്യുന്നത് ഇൻവെസ്റ്റ്മെന്റ് സെന്റർ ആണ്. ഇത് ബോത്ത് ദ ഗോൾ ഓഫ് ബിസിനസ് ഓർഗനൈസേഷനും ആൻഡ് ഇറ്റ് ഓൾസോ അച്ചീവ് എ ഒപ്റ്റിമം റിലേഷൻഷിപ്പ് ഇൻ പ്രോഫിറ്റ് ഏൺഡ് ആൻഡ് അസറ്റ് എംപ്ലോയ്. ബെസ്റ്റ് രീതിയിൽ അസറ്റ് യൂട്ടിലൈസേഷൻ പോസിബിൾ ആക്കുന്ന സെന്റർ ആണ് എന്ത് ഇൻവെസ്റ്റ്മെന്റ് സെന്റർ എന്ന് പറയുന്നത്. അവിടെ എന്താണ് നമ്മളിവിടെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനോ റൺ ചെയ്യാനോ ഡൈവേഴ്സിഫൈ ചെയ്യാനോ മണി എക്സ്പെൻഡ് ചെയ്യുന്നത് റിലേറ്റ് ചെയ്യുന്ന യൂണിറ്റ്സ് ആണ് എന്ത് ഇൻവെസ്റ്റ്മെന്റ് സെന്റർ എന്ന് പറയുന്നത്. ഇതിന്റെ ഔട്ട്പുട്ട് എന്താണ് ആ ഇൻവെസ്റ്റ്മെന്റിലൂടെ വി വിൽ ഏൺ പ്രോഫിറ്റ്. നെക്സ്റ്റ് വരുന്നതാണ് ഇതിന്റെ ഒരു ബ്രീഫ് സമ്മറി. റവന്യൂ സെന്റർ എന്ന് പറഞ്ഞാൽ എന്താണ് ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ജനറേറ്റിംഗ് റവന്യൂ. സോ വി ക്യാൻ measure the output in terms of monetary value. Expense or cost center എന്ന് പറഞ്ഞിട്ട് its objective or it is responsible to control the cost. So here we will measure the input in terms of monetary terms. Profit center എന്ന് പറഞ്ഞാൽ responsible to generate maximum profit. So we can measure the output in terms of monetary terms. Then investment center എന്ന് പറഞ്ഞാൽ it is responsible for making sound investment decision. So output will be measured in monetary terms. എന്തെങ്കിലും doubts ഉണ്ടെങ്കിൽ ചോദിക്കുക. Thank you.